എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. റിപ്പബ്ലിക് ഡേക്ക് എന്തൊരു വ്യത്യസ്തമായ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യലാണ്. കാര്യം റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊല്ലത്തെ ജാവ മോട്ടോഴ്സും ട്രിവാൻഡ്രത്തെ ജാവയുടെ ഷോറൂമും മലയാളം മോട്ടോഴ്സാണ്, മലയാളം മൊബൈക്സ് എന്ന് പറഞ്ഞ ഷോറൂമാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടൊരു ട്രിപ്പ് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ, അതായത് ആ ബൈക്ക് റാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ്, അതായത് ഹില്ലി റീജിയനായിട്ടുള്ളൊരു അമ്പനാട് ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അമ്പനാട് ഹിൽസിലേക്കാണ് ഞങ്ങളിന്ന് യാത്ര പോകുന്നത്. അപ്പോൾ അമ്പനാട് ഹിൽസിലേക്ക് പോകുന്ന യാത്രകളും ഈ റൈഡേഴ്സിൻ്റെ അനുഭവങ്ങളും, പിന്നീട് ഇപ്പം പുതിയ അറിയാമല്ലോ, ജാവയുടെ പുതിയ 350 ക്ലാസിക് 350 ഒക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. ജാവയും എസ് ടിയുടെയും വാഹനങ്ങൾ, ജാവയുടെ വണ്ടിയുണ്ട്, എസ് ടിയുടെ വാഹനങ്ങളുണ്ട്. അതിൻ്റെ ഓണേഴ്സിൻ്റെ ഒരു മീറ്റപ്പും കൂടെയാണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. കണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, എൻജോയ് ചെയ്തിട്ട് വരിക. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലത്തെ ജാവയുടെ ഷോറൂമായ മലയാളം മൊബൈൽസിലാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 5ഓളം റൈഡേഴ്സാണ് ഇന്ന് നമുക്കിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. 20 പേരോളം നമ്മൾ കോൺടാക്ട് ചെയ്തു. വരാനെല്ലാം ബില്ലിംഗ് ആയതായിരുന്നു. പക്ഷേ റിപ്പബ്ലിക് ഡേയുടെ പല ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. 14ഓളം വണ്ടികൾ ട്രിവാൻഡ്രത്തെ മലയാളം മൊബൈൽസിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ ചേർന്ന് ഈ 2 ഷോറൂമിൽ നിന്ന് ചേർന്നിട്ടാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ താല്പര്യപ്പെട്ടാണ് ഈ 5 റൈഡേഴ്സും നമ്മുടെ കൊല്ലത്തെ ഷോറൂമിൽ എത്തുകയും മറ്റും ചെയ്തത്. ഞങ്ങൾ പിന്നീട് കുളത്തൂപ്പുഴയിലാണ് സ്റ്റേ കുളത്തൂപ്പുഴയിലാണ് ഞങ്ങൾ ജോയിൻ ആവുകയും അവിടെ നിന്നാണ് പിന്നീട് തെന്മലയിലെ അമ്പനാട് സ്റ്റേറ്റിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരിക്കുന്ന 14ഓളം ജാവയുടെയും എസ് ടിയുടെയും ഓണേഴ്സിന്റെ ബൈക്കുകളുടെ വീഡിയോയും അതിന് അമ്പലത്തിലെ പരിസരത്തിന്റെ വീഡിയോകളാണ് കാണുന്നത്. അമ്പലത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കും. അവിടുത്തെ മത്സ്യങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അവിടെ മത്സ്യങ്ങളൊക്കെ തീരുമാനത്തെയും അവരുടെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചുമാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. കൊളത്തൂപ്പുഴയിൽ നിന്നും യാത്ര തിരിച്ചു. തെന്മല വഴിയാണ് പോയിരിക്കുന്നത്. തെന്മല ഡാമിന്റെ പരിസരത്തിലുള്ള യാത്രയാണ്. ആ ഒരു വ്യൂ ആണ് ഭാഗമായി കാണിച്ചിരിക്കുന്നത്. ഏകദേശം 19ഓളം പേരും നല്ല താല്പര്യത്തോടും നല്ല സന്തോഷത്തോടും കൂടിയാണ് ഈ യാത്രയിൽ പങ്കെടുത്തിരിക്കുന്നത്. പിന്നീട് തെന്മലയിലെ 13 കണ്ണറ പാലങ്ങൾ പാസ് ചെയ്യുകയും ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 13 കണ്ണറ പാലം പ്രസിദ്ധമാണ്. ആ 13 കണ്ണറ പാലം കഴിഞ്ഞ് കഴുതുരുത്തി വഴിയാണ് നമ്മൾ കഴുതുരുത്തി സ്റ്റേഷനിൽ അമ്പനാട് സ്റ്റേഷനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത്തിരി റിസ്കി ആയിട്ടുള്ള ജോബാണ്. ഓഫ് റോഡൊക്കെയാണ് കുറച്ചൊക്കെ. അമ്പനാട് എസ്റ്റേറ്റ് ഫ്രീയായ എസ്റ്റേറ്റ് അമ്പനാട് എസ്റ്റേറ്റ് ഫ്രീയായ എസ്റ്റേറ്റ് മറ്റൊരു വ്യക്തിയുടെയുമാണ്. പക്ഷേ ഇപ്പോൾ കേസുകൾ കഴിഞ്ഞ് എബാൻഡനായി കിടക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അതിൽ പരിപാലനമില്ലാതെ കിടക്കുകയാണ്. ഈ 2 കാര്യങ്ങളും കേരളത്തിലെ പ്രസിദ്ധമായ വാർത്തകൾ സ്ഥലങ്ങളാണ്. ആ കാഴ്ചകളാണ് കാണുന്നത്. അമ്പനാട് സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചകളാണ് തുടക്കഭാഗങ്ങളിലൂടെ നമ്മൾ കൈതച്ചക്കയൊക്കെ കാണാൻ കഴിയും. പിന്നീട് തേയിലയും ഗ്രാമ്പൂവുമാണ് പ്രധാനമായിട്ടും അവിടെ ചെയ്യുന്നത്. തേയിലയും ഗ്രാമ്പൂ കുടുംബമൊക്കെ ധാരാളം കൂടെ കാണാൻ സാധിക്കും. ഞങ്ങൾ അമ്പനാട് സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്ത് ഒരുക്കിയത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അമ്പനാട് ഹിൽസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അമ്പനാട് ഹിൽസിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ
ഏകദേശം 2000-2500 അടി, എത്ര കൃത്യ ഹൈറ്റ് എനിക്കറിയില്ല, അത്ര അടി ഉയരത്തിലാണ്. കൊല്ലം ജില്ലയിലെ മൂന്നാർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റ് ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഭയങ്കര ടെമ്പറേച്ചറായിരുന്നു. അപ്പോൾ ഞങ്ങളും 19 ജാവയിലെ റൈഡർമാരും ചേർന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ അമ്പനാട് ഹിൽസിനകത്ത് എൻട്രി ഉണ്ട്. എൻട്രി ഒരു വണ്ടിക്ക് ഇത്ര രൂപ പേയ്മെൻറ്റ് വെച്ചിട്ട് നമ്മളിവിടെ മാനേജ്മെൻറ്റിന് പേ ചെയ്യണം. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെയാണ്, RPG ഗ്രൂപ്പിൻ്റെയാണ് ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്റ്റേറ്റിനകത്ത് കയറിയിട്ട് തേയിലത്തോട്ടവും റബ്ബർ ഫാക്ടറിയൊക്കെയാണ്. എത്രത്തോളം കാഴ്ചകളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. മുൻപുള്ള കാഴ്ചയെല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ ബാക്കി അമ്പനാട് ഹിൽസിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുമാത്രമല്ല റൈഡേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അമ്പനാട് ഹിൽസിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. പുറകിൽ ഏകദേശം 18ഓളം, എൻ്റെ വണ്ടി ഉൾപ്പെടെ 19 വണ്ടികൾ ജാവയുടെ ഉണ്ട്, റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. നല്ല പ്രകൃതി ഭംഗിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ രാവിലെ ആയിരുന്നു, നിങ്ങളിപ്പോൾ ഒരു ഉച്ച സമയമായി, രാവിലെയും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ച് കോടയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, നമുക്ക് ബാക്കി കാഴ്ചകൾ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇനി സൈഡിലോട്ട് ഇറക്കുവാണ്. ഞങ്ങൾ 19 പേര് യാത്ര ചെയ്തതാണ്. ഒരു കാറും ഉണ്ടായിരുന്നു. കാർ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. കാർ ഒരിക്കലും ഇങ്ങോട്ട് ഈ റൂട്ടിൽ കയറി വരാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളെ കൂടെ വന്ന് ഏകദേശം എത്ര പേരുണ്ട് സാറേ? 10ഓളം പേരുണ്ടാവും. ഇനിയൊരു 8 പേരുണ്ട് ഇനി വരാനുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അടിപൊളിയായിരുന്നില്ലേ? വണ്ടി ബോബറൊക്കെ യാത്ര ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കാര്യം അടി തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പക്ഷേ എൻജോയ്മെൻ്റ് ആയിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. പക്ഷേ ഇതൊക്കെ പ്രതീക്ഷിച്ച് വേണം ഇങ്ങോട്ട് വരാൻ. കാര്യം ചിലർ പറയും നല്ല യാത്രയാണെന്നൊക്കെ പറയും. അങ്ങനെയല്ല, റോഡൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. കാര്യം ഇത് കമ്പനിയുടെ കീഴിലുള്ള എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള റോഡാണ്. തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. അടി തട്ടിയില്ലല്ലോ? ഇത് തട്ടിയില്ല. ഓക്കെ, അത് സിംഗിൾ ഡ്രൈവ് ആണ്. അടി തട്ടി. ഞാൻ വന്ന ബൈക്കിൽ അടി തട്ടി, കാര്യം എൻ്റെ കൂടെ വെയിറ്റ് ഉണ്ടായതായിരിക്കും. പിന്നെ ഫോറസ്റ്റാണ്, ഇപ്പോൾ നിൽക്കുന്ന ഭാഗം കംപ്ലീറ്റ് ഫോറസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കഴിയും ബാക്ക്ഗ്രൗണ്ടിൽ ഹില്ല് റീജൻസ് ആണ്. അപ്പുറ സൈഡ് തമിഴ്നാടാണ്. ഇനി ഇവിടെ താഴോട്ട് റോഡ് ഇറങ്ങുവാണ്. എനിക്ക് തോന്നുന്നു ആ മലയുടെ ചരിവാണ്. ഇനി നമ്മൾ ഇവിടെ തിരിച്ച് റിട്ടേൺ പോകാനാണ് സാധ്യത, എല്ലാവരും കൂടെ വന്നിട്ട്. ഓക്കെ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ച്
വഴിയിലെല്ലാം വീണോ? ഇല്ല, വീണില്ല. ഇല്ല. ഓഫ് റോഡ് കൃത്യമായിട്ട് ചെയ്തോ? ഓഫ് റോഡ് കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞോ? ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്താ? തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓക്കെ. നമ്മളിപ്പോൾ ഇങ്ങനെ ടോപ്പിലെത്തിയെന്ന് തോന്നില്ലേ? താഴോട്ടേ ഉള്ളൂ. ഇറങ്ങണം. ഓക്കെ, ശരി. അടി തട്ടിയില്ല. ബോബറായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഞങ്ങളുടെ ആകെ സംശയം ബോബറിന് അടി തട്ടുമെന്നുള്ളതായിരുന്നു. കുഴപ്പമൊന്നുമില്ല. സ്ലോലി കയറി പിടിച്ചു വന്നാൽ മതി. നമുക്ക് മൈലേജ് കല്ലടി കാണിക്കും. റോഡ് പ്രശ്നമായിരുന്നല്ലേ? റോഡ് പ്രശ്നമായിരുന്നല്ലേ? റോഡ് പ്രശ്നമായിരുന്നല്ലേ? നമ്മുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ യാത്രയായിരുന്നു. സൂപ്പർ യാത്രയായിരുന്നു. മസിലൊന്നും പിടിക്കണ്ട, ലോക്കലിൽ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അവൻ്റെ അടുത്ത് വെച്ച് ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എൻജോയ് ചെയ്തായിരുന്നു. പക്ഷെ ഇത്തിരി ഹാർഡായിരുന്നില്ലേ? റോഡും ഹാർഡായിരുന്നു. ഓക്കെ. ലൊക്കേഷൻ കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടി. റേഞ്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ചെറുതായിട്ട്. ജാവ റോഡ്സ്റ്റർ അല്ലേ? 42 ആണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റിയോ? പിന്നെ സെറ്റ്. ശരി. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അമ്പനാട് ഹിൽസിൻ്റെ ഹൈറ്റിൽ എത്തി. ഏകദേശം എല്ലാ വണ്ടികളും 18-19 വണ്ടി ഉണ്ടായിരുന്നു. 19 പേരും എൻ്റെ ബാക്കിൽ ഇപ്പം കാണാൻ സാധിക്കും. 19 പേരും എത്തിച്ചേർന്നു. ഏകദേശം 3000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു വഴിയുടെ പ്രത്യേകതയും കാഴ്ചകളും ആണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ പറയാം. അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല കാഴ്ചകൾ കിട്ടത്തുള്ളൂ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം തമിഴ്നാട്ടിൻ്റെ ഭാഗമുള്ള ഹില്ലും വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് അനുഭവിക്കാൻ കഴിയും. പിന്നെ എപ്പോഴും പറയാനുള്ളത്, എപ്പോഴും ഓഫ് റോഡ് യാത്രകളും ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രമേ വരാവൂ. പിന്നെ കാറുകളൊന്നും ഈ ടോപ്പിലേക്ക് എത്തിച്ചേരത്തില്ല. അമ്പനാട് ടീ ഫാക്ടറി വരെ മാത്രമേ എത്തിച്ചേരത്തുള്ളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെ ആരും പ്രതീക്ഷ ഈ ഒരു സ്ഥലത്തേക്ക് എത്തരുത്. എപ്പോഴും 2 വീലറിന് മാത്രമാണ് ഇവിടെ കയറിയിടാൻ കഴിയുക. പിന്നെ എക്സ്പൾസ് പോലുള്ള വണ്ടികൾക്കാണെങ്കിൽ ഈസി ആയിട്ട് എക്സ്പൾസ്, പിന്നെ ഹിമാലയൻ, അത് കണക്ക് ഈ ജാവയുടെയൊക്കെ പറഞ്ഞ കണക്ക് ഓഫ് റോഡ് വണ്ടികൾക്ക് ഈസി ആയിട്ട് കയറിയിടാൻ കഴിയും. സാധാരണ വണ്ടികൾക്ക് എത്തിച്ചേരാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇങ്ങനെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം എത്തിച്ചേരുക. ഭയങ്കര വലിയ സംഭവമായിട്ട് ചില വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം വലിയ പ്രതീക്ഷകളോട് എത്തിച്ചേരരുത്. പക്ഷേ കൊല്ലം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ അമ്പനാട് ഹിൽസ് എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മനോഹാരിതയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയും. എനിക്കിത് ഫീൽ ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു ജാവയുടെ ഈ ടീമിനൊപ്പം ഉള്ളത്. എന്തായാലും ബാക്കി കാര്യങ്ങളൂടെ കണ്ടിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ, എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.